നമ്മുടെ നാട്ടിൽ പൊതുവെ ഇങ്ങനെ ഖബർസ്ഥാനക്കൊക്കെ പോകുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന പോലെയല്ലേ ഉണ്ടാവുക. ഇന്തോനേഷ്യൻസ് മരിച്ചാൽ മറവേണ സ്ഥലമാണ് ഏറ്റവും തൊട്ട് ബാക്കിലുള്ളത്. അത് നമ്മുടെ നാട്ടിലെ പള്ളിക്കാട് അല്ലെങ്കിൽ ഖബർസ്ഥാൻ എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറേ വ്യത്യാസം എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത് അതാണ് ഞാൻ അത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇങ്ങനെ ഖബർസ്ഥാനക്കൊക്കെ പോകുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന പോലെയല്ലേ ഉണ്ടാവുക. കുറേ മരങ്ങളും വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഫുള്ള് ഒരു പൂക്കളുള്ള മരങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ, ഒരു പാർക്കൊക്കെ ചെന്ന ഫീൽ ആയിരിക്കും. ഇതിപ്പോൾ ഇവിടെ ഈ ഒരു മറവീണ സ്ഥലം എങ്ങനെയാണ് കാണുന്നത്, ചില സ്ഥലത്തൊക്കെ ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു കളർഫുൾ റെയിൻബോ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഇവർ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം വന്നിട്ട് കണ്ടില്ല ഇവിടെ കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് ആ ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കൾ ഇടും. അവരെ ക്ലോസ്ഡ് വൺ ആരെങ്കിലും ആയിരിക്കും അവരെ മരിച്ചു കിടക്കുന്നുണ്ടാവും. അതുപോലെ ഇവിടെ നൈറ്റിലാണെങ്കിലും ആൾക്കാരൊക്കെ കാണാറുണ്ട്. ഇതേപോലെ തന്നെ ലൈറ്റൊക്കെ ഉണ്ടാവും. ഫുള്ള് പൂക്കളൊക്കെ ഇട്ടിട്ട് ആൾക്കാരങ്ങനെ പോണ കാണാറുണ്ട്. ചില ആൾക്കാർ കുറേ നേരം ഖബറിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് നൈറ്റിൽ 12 o'clock 1 o'clock ഞാൻ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ആൾക്കാർ കാണാറുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഖബറിൻ്റെ അടുത്ത് കുറേ നേരം ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ചെറിയ ചെറിയ ചെയറൊക്കെ കാണാറുണ്ട്. ഇവിടെ ഇവരെ ചില ഖബർസ്ഥാനം കാണുമ്പോൾ ശരിക്കും നമുക്ക് പാർക്കാൻ തന്നെ തോന്നും. കാരണം ഇവർ വരുമ്പോൾ അവരെ മക്കളെയൊക്കെ കൂട്ടിയിട്ടാണ് വരിക. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ മക്കളൊക്കെ ഓടി നടക്കുന്നുണ്ടാവും. അങ്ങനെ കാണുമ്പോൾ ശരിക്കും നമുക്ക് പാർക്കാൻ തന്നെ തോന്നും.